ഹലോ A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കലും അസ്തമിക്കാത്തതെന്ന് കേൾവി കേട്ട ബ്രിട്ടീഷ് സാമ്രാജ്യം ഒരു കാലത്തും അസ്തമിക്കാതെ ലോകത്ത് അവശേഷിപ്പിച്ച സൂര്യനാണ് വില്യം ഷേക്സ്പിയർ. അസാധാരണ നാടക പ്രതിഭയുള്ള കവിയായും അതിശയിപ്പിക്കുന്ന കവിത്വമുള്ള നാടകകൃത്തായും സാഹിത്യ ലോകത്ത് ആ സൂര്യൻ ഇന്നും പ്രകാശം പരത്തുന്നു. ഷേക്സ്പിയറിൻ്റെ കൃതികളെക്കുറിച്ച് പഠിക്കാതെ ഇന്ന് ഇംഗ്ലീഷ് പഠനം പൂർണ്ണമാകില്ല. കാലത്തെ അതിജീവിക്കുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതിനൊപ്പം ഇംഗ്ലീഷ് ഭാഷയെ നവീകരിക്കുന്നതിലും അദ്ദേഹം വിലപ്പെട്ട സംഭാവനകൾ നൽകി. ലോകഭാഷ ഏത് എന്ന് ചോദിച്ചാൽ ഇന്ന് ആരും ഉത്തരം പറയും, ഇംഗ്ലീഷ്. അതാണ് ലോകഭാഷ. ഈ ഭാഷ ലോകമെങ്ങും എത്തിച്ചത് ബ്രിട്ടീഷുകാരാണെങ്കിൽ ലോകം നിത്യേന ഉപയോഗിക്കുന്ന ഏറ്റവും അധികം വാക്കുകൾ ഇംഗ്ലീഷിന് സംഭാവന ചെയ്തത് വില്യം ഷേക്സ്പിയറാണ്. മറ്റു പല മേഖലകളിലെയും അതുല്യ പ്രതിഭകളെപ്പോലെ വെറും സാധാരണക്കാരനായി ജനിച്ച് ശരിയായ സ്കൂൾ വിദ്യാഭ്യാസം കിട്ടാതെ വളർന്ന് സ്വന്തം കർമ്മമേഖലയിൽ ഏറെ അത്ഭുതങ്ങൾ കാട്ടിയ മഹാനായിരുന്നു വില്യം ഷേക്സ്പിയർ. ഒരു മനുഷ്യായുസ്സിന് അസാധ്യമായത് അത്രയും രചനകൾ തൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം നടത്തി. അങ്ങനെ ലോകത്തിന് ഏറ്റവും പ്രശസ്തമായ ഇംഗ്ലീഷ് നാടകകൃത്തായും ലോകം കണ്ട ഏറ്റവും കഴിവുറ്റ എഴുത്തുകാരിലൊരാളായും അദ്ദേഹം അനശ്വരനായി. 16-ാം നൂറ്റാണ്ടിലായിരുന്നു ഷേക്സ്പിയറിൻ്റെ ജനനം. ശൂന്യതയിൽ നിന്ന് കൗതുക വസ്തുക്കൾ പുറത്തെടുക്കുന്ന മാന്ത്രികനെ പോലെ കഥാസാഹചര്യങ്ങളിൽ നിന്നും അദ്ദേഹം പുതുപുത്തൻ വാക്കുകൾ സൃഷ്ടിച്ചു. ആരും കേട്ടിട്ടില്ലാത്ത വാക്കുകൾ കോർത്തിണക്കിയും വിദേശ വാക്കുകൾ കടമെടുത്തുമായിരുന്നു ഭാഷയിലെ അദ്ദേഹത്തിൻ്റെ മാജിക്. ഇംഗ്ലീഷിൽ പതിവായി ഉപയോഗിക്കുന്ന 2000-ഓളം വാക്കുകൾ ഷേക്സ്പിയറിൻ്റെ സംഭാവനയാണ്. ആകെ 21,000-ലേറെ വ്യത്യസ്തമായ വാക്കുകൾ തൻ്റെ കൃതികളിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അക്കാലത്തെ ഏതൊരു ഇംഗ്ലീഷ് എഴുത്തുകാരനേക്കാളും കൂടുതൽ ഭാഷാ പ്രാധാന്യത്തിൽ പ്രാവീണ്യം നേടിയയാളാണ് ഷേക്സ്പിയർ. ഷേക്സ്പിയറിൻ്റെ ജനനത്തീയതി വെളിപ്പെടുത്തുന്ന കൃത്യമായ രേഖകളില്ല. അദ്ദേഹത്തിൻ്റെ ജ്ഞാനസ്നാനം, അതായത് മാമോദിസ, നടത്തിയത് 1564 ഏപ്രിൽ 26-നാണെന്ന് ഇടവക രേഖകളിൽ പറയുന്നത്. ജനിച്ച് 3 ദിവസത്തിന് ശേഷം ജ്ഞാനസ്നാനം നടത്തുന്നതായിരുന്നു അക്കാലത്തെ രീതി. അതനുസരിച്ച് 1564 ഏപ്രിൽ 23-നാണ് ഷേക്സ്പിയറിൻ്റെ ജന്മദിനം എന്ന് കണക്കാക്കപ്പെടുന്നു. സ്ട്രാറ്റ്ഫഡ് അപ്പോൺ A1-ലെ ന്യൂ പ്ലേസിലാണ് ഷേക്സ്പിയർ ജനിച്ചത്. ഷേക്സ്പിയറുടെ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന നാടകത്തിൽ സ്ട്രാറ്റ്ഫഡിനെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ഒരു ധനിക കുടുംബത്തിലെ അംഗമായ മേരി ആൻ്റണി കർഷകനായ ജോൺ ഷേക്സ്പിയറിൻ്റെയും മകനാണ് ഷേക്സ്പിയർ. തുടക്കത്തിൽ നല്ല നിലയിലായിരുന്നെങ്കിലും ഷേക്സ്പിയറുടെ 15-ാം വയസ്സിൽ കുടുംബം സാമ്പത്തികമായി തകർന്നു. പിന്നീട് ഷേക്സ്പിയർ നാടകകൃത്ത് എന്ന നിലയിൽ പ്രശസ്തനായതോടെ പണവും പ്രശസ്തിയും കുടുംബത്തിൽ വീണ്ടും എത്തി. ഷേക്സ്പിയർ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയെങ്കിലും 15-ാം വയസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടതായി വന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരുന്നു അത്രേ കാരണം. 18-ാം വയസ്സിൽ 26 വയസ്സുകാരിയായ ആൻ ഹതാവേയെ വിവാഹം കഴിച്ചു. ഇവർക്ക് സൂസന്ന, ഹാംനെറ്റ്, ജൂഡിത്ത് എന്നീ മക്കളുണ്ടായി. 1612-ൽ ഷേക്സ്പിയർ വിശ്രമ ജീവിതത്തിന് തയ്യാറെടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് 48 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഷേക്സ്പിയറുടെ മഹത്തായ ട്രാജഡികളുടെ കൂട്ടത്തിലാണ് ഓഥല്ലോ എന്ന കഥയുടെ സ്ഥാനം. കറുത്ത വർഗക്കാരനായ ഓഥല്ലോ എന്ന സൈന്യാധിപനെ സ്നേഹിച്ച ഡെസ്ഡിമോണയുടെയും അവരുടെ ജീവിതത്തിൽ സംശയത്തിൻ്റെ വിഷം കലർത്തുന്ന ഇയാഗോയുടെയും കഥയാണിത്. ജീവിച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഷേക്സ്പിയറെക്കുറിച്ചുള്ള പല വിവരങ്ങളും ഇന്നും അജ്ഞാതമാണ്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും സാഹിത്യ ലോകത്തെക്കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങൾക്കായി ഇന്നും ഗവേഷകർ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഷേക്സ്പിയറുടെ കുടുംബത്തെയും ബന്ധുക്കളെയും കുറിച്ചുള്ള വിവരങ്ങൾ ചില സർക്കാർ രേഖകളിൽ നിന്നാണ് ഗവേഷകർക്ക് പോലും ലഭിച്ചത്. ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ പലതും ലോകപ്രശസ്തമായെങ്കിലും അവയൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. ഷേക്സ്പിയർ മരിച്ച് 7 വർഷം കഴിഞ്ഞാണ് നാടകങ്ങൾ പുസ്തകരൂപം ആകുന്നത്.
ലോക നിരൂപണങ്ങളിൽ മികച്ച കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച ഷേക്സ്പിയർ 1616 ഏപ്രിൽ 23 ഈ ലോകത്തോട് വിടവാങ്ങി. അതായത് ജനിച്ചതും മരിച്ചതും ഏപ്രിൽ മാസത്തിലെ ഒരേ ദിവസത്തിൽ.